കശുവണ്ടി അഴിമതി കേസിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. സുപ്രധാന പദവിയിൽ അഴിമതിക്കാരെയാണോ നിയമിക്കുന്നത് എന്ന കോടതി. സുപ്രധാനമായ പദവിയിൽ അഴിമതിക്കാരെ നിയമിക്കുന്നതിനെക്കുറിച്ച് കോടതിയുടെ രൂക്ഷമായ വിമർശനമുണ്ട്. അതേസമയം തന്നെ കെ രതീഷ് പദവിയിൽ തുടരാൻ അയോഗ്യനെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. കെ രതീഷിനെ ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, അതായത് ഈ സർക്കാരിന് അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമുണ്ട്. ഈ കശുവണ്ടി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കോടതി എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി? രാഖി, കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള കെ എ രതീഷിനെ വീണ്ടും സുപ്രധാന പദവികളിലാണ് സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടുള്ളത്. അതായത് റുട്രോണിക്സിന്റെ MD, അതോടൊപ്പം തന്നെ ഖാദി ബോർഡിന്റെ സെക്രട്ടറി, അങ്ങനെ സുപ്രധാനമായിട്ടുള്ള പദവികളിൽ നിയമിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഇന്ന് വന്നിരുന്നു. ഈ ഹർജി പരിഗണിച്ച വേളയിലാണ് സർക്കാരിന്റെ ഈ ഒരു നീക്കത്തെ അല്ലെങ്കിൽ നടപടിയെ ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ളത്. അതായത് ഇത്രയും അഴിമതി ചെയ്തിട്ടുള്ള ഇത്രയും വലിയ അഴിമതിക്കാരനെയാണോ ഈ സുപ്രധാന പദവിയിൽ ഇരുത്തുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മാത്രമല്ല, അഴിമതി നടത്താൻ പറ്റിയ സ്ഥാനങ്ങളാണ് ഇവയെന്നും ഹൈക്കോടതി വിമർശന രൂപേണ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ 4 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ മറുപടി അറിയിക്കണം. ഈ പദവികളിൽ തുടരാൻ അയോഗ്യനാണ് കെ എ രതീഷ് എന്നുള്ള നിഗമനത്തിലേക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശത്തിലേക്കും ഹൈക്കോടതി എത്തിയിട്ടുണ്ട്. കെ എ രതീഷിനും അതോടൊപ്പം തന്നെ സർക്കാരിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സർക്കാർ 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകുകയും വേണം. ഈ ഒരു വിഷയത്തിൽ ഹർജിക്കാരനായിട്ടുള്ള കെ എം ഷാജഹാൻ ഉന്നയിച്ചത് ഇത്രയധികം സുപ്രധാന പദവികൾ വീണ്ടും അഴിമതിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് വന്നത് എങ്ങനെ എന്നുള്ളത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല, 600 കോടി രൂപയുടെ അഴിമതി കേസാണ് ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസ്. പക്ഷേ UDFന്റെ കാലത്ത് വീണ്ടും സജീവമായിട്ട് സുപ്രധാന പദവികളിൽ കെ രതീഷിനെ കൊണ്ടുവന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ചെയർമാനായിട്ടുള്ളതാണ് ഈ ഖാദി ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. പക്ഷെ അവിടെ തന്നെയാണ് കെ രതീഷിന് ആ പദവിയിൽ ഇരുത്തിയിരിക്കുന്നത്, ബോർഡ് സെക്രട്ടറി ആയിട്ടും അതോടൊപ്പം തന്നെ റുട്രോണിക്സിന്റെ MD ആയിട്ടും. ഇതിന് പിന്നിൽ വലിയൊരു അഴിമതി ഉണ്ട് എന്നുള്ളൊരു ആക്ഷേപം, അതോടൊപ്പം തന്നെ ഈ വിജിലൻസ് ഇക്കാര്യത്തിൽ കേസെടുക്കണമെന്നുള്ളൊരു ആവശ്യവും ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ കുടഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് അഴിമതിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ വീണ്ടും, അതും പ്രോസിക്യൂഷൻ അനുമതി നേരത്തെ സർക്കാർ തന്നെ കൊടുത്തതാണ്, അതേ വ്യക്തി എങ്ങനെയാണ് സർക്കാരിന് വീണ്ടും സുപ്രധാന പദവിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ഇതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് രേഖാമൂലം തന്നെ അടുത്ത ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകണം. എന്തായാലും നേരത്തെ ഹൈക്കോടതി വലിയ രീതിയിൽ ആക്ഷേപം ഉന്നയിച്ച ഒരു കേസാണ് ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസ്. അതിൽ ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ അനുമതി സംസ്ഥാന സർക്കാർ നൽകിയത്. ആ അനുമതി ഉത്തരവിലടക്കം ഹൈക്കോടതി വിമർശിച്ചതിന്റെ പേരിൽ ഇപ്പോഴും വകുപ്പ് സെക്രട്ടറിമാർ ഹൈക്കോടതി കയറി ഇറങ്ങുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് കെ എ രതീഷിനെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ നീക്കവും. ആ നീക്കത്തെ ഹൈക്കോടതി വിമർശന രൂപേണ നേരിട്ടതും. രേഷ്മ, എന്തായാലും സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.